സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല സ്ഥിരീകരണം. കോട്ടയത്ത് 4 വയസ്സുള്ള കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. അതിരമ്പുഴ സ്വദേശിയായ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മിഥുൻ മുരളി വിശദാംശങ്ങൾ നൽകും. മിഥുൻ, ഷിഗല്ല വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണോ? കോട്ടയത്ത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? ചികിത്സയിലുള്ള കുട്ടിയുടെ സാഹചര്യം എന്താണിപ്പോൾ? ഗൗതം, അതിരമ്പുഴ സ്വദേശിയായ 4 വയസ്സുള്ള കുട്ടിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇന്നലെയാണ് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചത്. ഷിഗല്ല സ്ഥിരീകരണം ഉണ്ടായത് 8-ാം തീയതി വയറിളക്കവും ഛർദിയും തുടർന്നാണ് കുട്ടിയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ സംശയമുണ്ടായിരുന്നു. ഇങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല തന്നെയാണ് എന്നുള്ള സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് ഇന്നലെ ഉണ്ടായത്. 8-ാം തീയതിക്ക് മുൻപ് കുട്ടി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കുട്ടിയുടെ കൂടെയുള്ള മാതാപിതാക്കൾക്കോ മറ്റാർക്കും ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. കുട്ടിക്ക് എങ്ങനെയാണ് രോഗം പിടിപെട്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുന്നത്. പ്രധാനമായും പുറത്തുനിന്ന് ഹോട്ടലുകളിൽ നിന്നടക്കം 8-ാം തീയതിക്ക് മുൻപ് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ നടത്തുന്നത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യം ഇപ്പോൾ പൂർണ്ണ തൃപ്തികരമാണ് എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ആരോഗ്യവകുപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കുട്ടിയുടെ ആരോഗ്യം തൃപ്തികരമായ അവസ്ഥയിലാണ് എന്നുള്ള വിവരം നൽകുന്നുണ്ട്. 8-ാം തീയതി കുട്ടിക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടാകുന്നു. പിന്നീട് ഇന്നലെ ഷിഗല്ലയാണ് എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചു. നിലവിൽ കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണ തൃപ്തികരമാണ് എന്നുള്ള വിവരമാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിന്റെ എങ്ങനെയാണ് രോഗം പിടിപെട്ട് നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. ഗൗതം. ഓക്കെ മിഥുൻ, എന്തായാലും കോട്ടയത്താണ് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിഥുൻ മുരളി വിവരങ്ങൾ നൽകുകയായിരുന്നു.